പറക്കും വിവാദമോ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിനു മുമ്പും കേരളം ഇതേപോലെ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മൾ കുറുകെ കടന്നിട്ടുമുണ്ട്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രതിസന്ധിയിൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന വേളയിൽ 18 ദിവസം അദ്ദേഹം ആ ചികിത്സ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എല്ലാ ദിവസവും സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി എല്ലാ വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും എല്ലാ ദിവസവും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രോട്ടോകോൾ പുറത്തിറക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓരോ ദിവസവും പരിഷ്കരിച്ച് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അതും മൂന്നാം ഘട്ടം ആരോഗ്യത്തിലെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന രോഗാവസ്ഥ കടക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വിദഗ്ധ ചികിത്സ 18 ദിവസം മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഏകോപിപ്പിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇതിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള ആ പ്രളയത്തെ നമ്മൾ മുറിച്ചു നീന്തിയത് അങ്ങനെയുള്ള ഒരു ഏകോപനം കൊണ്ടുകൂടിയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ വീണ്ടും നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, വീണ്ടും ഒരു സർക്കാർ വന്നിരിക്കുന്നു, വീണ്ടും പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ പ്രളയസമാനമായ സാഹചര്യത്തിൽ ഇന്നലെ രാവിലെ നമ്മൾ ഈ വാർത്താ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ, അതായത് രാവിലെ 7 മണിക്ക് ഈ സംപ്രേഷണം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ ആലുവയിലാണ്, എറണാകുളത്താണ് ഈ സമയത്തുള്ളത്. അതായത് ഈ വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും പ്രളയസമാനമായ സാഹചര്യം എന്നാണ് നമ്മളടക്കമുള്ള ചാനലുകൾ രാവിലെ 6 മണി മുതൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഇടുക്കിയിൽ കോലാഹലമേട്ടിൽ, അതേപോലെ ഇടുക്കി കുടയന്നൂരിൽ അടൂർ മലയിൽ, കോട്ടയത്ത് പൂഞ്ഞാറിൽ പയ്യാനിത്തോട്ടിൽ ഒക്കെ ആളുകളെ മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത രാവിലെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീട്ടിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് തെക്കോട്ട് പോകാം തിരുവനന്തപുരത്തേക്ക്, അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വടക്കോട്ട് പോകാം, അവിടെ അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ടൂർ ഡയറി പരിശോധിക്കുകയായിരുന്നു. അന്ന് നമ്മൾ 8 മരണം റിപ്പോർട്ട് ചെയ്ത 27 പേരുടെ വീടുകൾ പൂർണ്ണമായും നശിച്ച, 200ഓളം വീടുകൾ ഭാഗികമായി നശിച്ച, 5700-ലധികം ആളുകൾ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അന്നുണ്ടായിരുന്ന പരിപാടി രാവിലെ 10 മണിക്ക് ആലുവയിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസിൻ്റെ സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനമായിരുന്നു. 10:30 ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കളമശ്ശേരിയിലുള്ളൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കലായിരുന്നു. 11:30 SCMS എഞ്ചിനീയറിംഗ് കോളേജ് കറുകുറ്റിയിലെ ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു. 2 മണിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈസൽ ബാഫക്കി തങ്ങളുടെ ഘടകകക്ഷി നേതാവിൻ്റെ വീട്ടിലെ വിരുന്നായിരുന്നു, അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനമായിരുന്നു. ഇത് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടിക്കിടയിൽ പെട്ടെന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ CMOയുടെ പ്രസ് റിലീസിലുള്ളതാണ്. 2 മണിക്ക് ഫൈസൽ ബാഫക്കി തങ്ങളുടെ റെസിഡൻസിൽ പൊന്നാനിയിലുള്ള സന്ദർശനം, അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായ MLA നൌഷാദ് അലിക്കൊപ്പമുള്ള സന്ദർശനത്തെക്കുറിച്ച്. അതിനുശേഷം 3 പരിപാടികൾ കൂടി, 3 സ്വകാര്യ പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ടെലിവിഷനിൽ വാർത്ത വരുന്നു, തത്സമയ സംപ്രേഷണം വരുന്നു, ഈ 4 പേരെ കാണാനില്ല എന്ന വാർത്ത വരുന്നു. ഡീൻ കുര്യാക്കോസും ആറന്മുളയിൽ അബിൻ വർക്കിയുടെയും റാന്നിയിൽ പഴകുളം മധുവിൻ്റെയും നേതൃത്വത്തിൽ MLA-മാർ MP-മാർ നേരിട്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തെക്കോട്ടുള്ള വണ്ടിയല്ല പിടിച്ചത്, പകരം ആലുവയിലേക്ക്, അവിടെ ഡോക്ടർ ടോണി ഫെർണാണ്ടസിൻ്റെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. നോക്കൂ, അദ്ദേഹം 10:30 ഈ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത സ്വകാര്യ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളുടെ ടെലിവിഷൻ ചാനലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയത്ത് പൂഞ്ഞാറിൽ പയ്യാനത്തോട് നിന്ന് ജോസഫിൻ എന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കണ്ടെടുത്തു, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നായിരുന്നു. ഇടുക്കി കുടയത്തൂരിൽ അടൂർ മലയിൽ സുമതി എന്ന സ്ത്രീയെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വാഗമൺ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായരെ കണ്ടെത്തിയെന്നുമായിരുന്നു. ആ വീട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും ആ അമ്മയെ കണ്ടെത്തിയിരുന്നില്ല. ആ ദൃശ്യങ്ങൾ, കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ, ലഘു മേഘവിസ്ഫോടനങ്ങളും ലഘു ഉരുൾപൊട്ടലുകളും ഉണ്ടാവുകയും ലാൻഡ് സ്ലിപ്പുകളും ലാൻഡ് സ്ലൈഡുകളും ഉണ്ടാവുകയും ചെയ്തതിൻ്റെ വാർത്തയുണ്ടാവുന്നു. പാലായും റാന്നിയും അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം നമ്മളുടെ ഹെലികാം ദൃശ്യങ്ങളിലുണ്ട്. പാലായിൽ വെള്ളം കയറുന്നു. ആറന്മുളയിൽ വന്ന് അബിൻ വർക്കി പറയുന്നു ഇത് 2018 പ്രളയ സമാനമായ സാഹചര്യമാണ്. കേൾക്കുന്ന മുഖ്യമന്ത്രി അവിടെ നിന്ന് നേരോ വടക്കോട്ട് പോകുന്നു, SCMS എഞ്ചിനീയറിംഗ് കോളേജിൽ കറുകുറ്റിയിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നു. 2 മണിക്ക് മുഖ്യമന്ത്രി, സ്വാഭാവികമായി ഇതെല്ലാം അറിയാമായിരിക്കുമല്ലോ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ്
മുഖ്യമന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിക്കുമല്ലോ. ആ സമയമാകുമ്പോഴേക്കും കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങുന്നു. ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. 5000-ലധികം പേരെ വ്യത്യസ്ത ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. പല ക്യാമ്പുകളും സജ്ജമല്ലെന്നുള്ള പരാതികൾ വരുന്നു. ആകപ്പാടെ കേരളം പ്രളയ സമാനമായ സാഹചര്യം. നോക്കൂ, അപ്പോഴേക്കും വടക്കോട്ട് മഴ തീവ്രമാകുമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നു. നമ്മളടക്കം നമ്മളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ 2-3 റിപ്പോർട്ടർമാരെ കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും അയച്ചു. എറണാകുളത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരെ നമ്മൾ ഇടുക്കിയിലേക്കും പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും ഡിപ്ലോയ് ചെയ്തു. കേരളത്തിൽ ഞങ്ങൾ മാത്രമല്ല, എല്ലാ വിഷ്വൽ മീഡിയകളും എല്ലാ പത്രമാധ്യമങ്ങളും അവരുടെ റിപ്പോർട്ടർമാരെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കുന്ന സമയമാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രി വീണ്ടും വടക്കോട്ട് യാത്ര നടത്തുന്നതും സ്വകാര്യ പരിപാടികളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നതും. ഇതിനെ കേവലം ഔചിത്യക്കുറവെന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയോ എന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം നടത്തിയ എന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പമുള്ള ഒരു MLA വന്ന് പറയാണ്, പട്ടിണി കിടക്കേണ്ടി വരുമോ മുഖ്യമന്ത്രി, അങ്ങനെ വരുന്ന പട്ടിണി കിടക്കണോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുകയാണ് ഒരു MLA. സാർ, ഇവിടെ പ്രാണഭയത്താൽ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വീട്ടുകാരെ ഓർത്ത് അവിടുത്തെ വീട്ടിൽ വളർത്തിയ നായ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര മനുഷ്യരെ കണ്ടുകിട്ടാനുണ്ട് എന്ന് ആശങ്കപ്പെടുകയാണ്. ഇനി കൂടുതൽ മനുഷ്യരതിലുണ്ടോ എന്നത് ടെൻഷൻ അടിക്കുകയാണ്. ഇനിയും ഒരു ലാൻഡ് സ്ലിപ്പ് ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ഭയന്നിരിക്കുകയാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രി ഈ വിരുന്നിന് പോകുന്നതും സൗഹൃദ സന്ദർശനത്തിന് പോകുന്നതും. ഒരിക്കൽ കൂടി പറയുന്നു, തിരക്കിട്ട പരിപാടിക്കിടയിൽ അങ്ങോട്ട് കയറി കഞ്ഞു കുടിച്ചിട്ട് വരാൻ പോയ പോക്കല്ല. പത്രം ഓഫീസുകളെ അറിയിച്ചതിന് ശേഷം നടത്തിയ സൗഹൃദ സന്ദർശനമാണ്. വേണ്ടി വന്നാൽ മാറ്റിവെക്കാവുന്നത്. മാറ്റിവെച്ചിരുന്നെങ്കിൽ 12-13 വിഭവങ്ങൾ പാഴാകുമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്ക് എത്താനും ഏകോപന ചുമതല ഏറ്റെടുക്കാനും കഴിയാതെ പോയത്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിനെ കേവലം ഔചിത്യത്തിൻ്റെ കുറവെന്ന് വിശേഷിപ്പിച്ചാൽ മാത്രം പോരാ എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഹെലികോപ്റ്റർ യാത്ര നടത്തിയത് കൊണ്ട് സ്റ്റേറ്റിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ നോക്കൂ, അദ്ദേഹം പോയത് എന്ത് കാര്യത്തിലാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറി വീണ്ടും പരിശോധിച്ചു. ആ ഡയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന CMOയുടെ പ്രസ് റിലീസിൽ 31-ാം തീയതി അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര നടത്തുമ്പോൾ ഒരിടത്തും ഔദ്യോഗിക പരിപാടിയില്ല. ഔദ്യോഗിക പരിപാടി എന്ന് മാത്രമല്ല, സ്വകാര്യ പരിപാടിയുമില്ല. അന്ന് ടോട്ടലി ബ്ലാങ്ക് ആണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ആദ്യം ചാലക്കുടിയിൽ കിടക്കുന്ന ഹെലികോപ്റ്റർ അവിടെ നിന്ന് 55 മിനിറ്റ് ഫ്ലൈ ചെയ്ത് തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് നിന്ന് അത് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നതിന് ഇടയ്ക്ക് തിരുവല്ല ഭാഗത്തെത്തുമ്പോഴേക്ക് അന്തരീക്ഷം മോശമാണെന്ന് കണ്ട് തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്ത് പോന്നു. എന്നിട്ട് വീണ്ടും അതേ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്ത് വീണ്ടും എറണാകുളത്തേക്ക് വന്ന് അവിടെ നിന്നാണ് പിന്നീട് ആലുവയിൽ ഉള്ള തൻ്റെ അമ്മായി അച്ഛനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്തെ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡിൻ്റെ ഫാദർ ഇൻ ലോയെ കാണാൻ പോകാൻ വേണ്ടിയാണോ ഈ ഹെലികോപ്റ്റർ എന്നുള്ളതാണ് ചോദ്യം. വലിയ വിമർശനമായിരുന്നല്ലോ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഔദ്യോഗികമായ ഈ ഹെലികോപ്റ്റർ യാത്രയെ സംബന്ധിച്ചുള്ള ഓരോ വാർത്തയും വരുമ്പോൾ അന്നൊരു നേതാവ് വിമർശിച്ചത് ധൂർത്താണ്, പിണറായിക്കെന്തിനാണ് ഹെലികോപ്റ്റർ എന്നാണ് ചോദിച്ചത്. ആകെ ഇതുവരെ ചൂണ്ടിക്കാണിച്ചത് ഒരേ ഒരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി, അതിൻ്റെ ഓഖി ഫണ്ട് അതിൽ നിന്ന് ഉപയോഗിച്ചു എന്നുള്ള ഒരു വിമർശനം മാത്രമാണ്. പിന്നീട് ആ ഉത്തരവ് പിൻവലിച്ചു കേട്ടോ. ഓഖി ഫണ്ടിൽ നിന്ന് കൊടുത്തില്ല, പിന്നെ GDയിലേക്ക് അത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. നോക്കൂ, അവിടെ പോലും അങ്ങനെ ഒരു ഉത്തരവാദിത്വം അവിടെ കാണിച്ചു. പക്ഷെ നോക്കൂ, അതൊഴിച്ച് ഏതെങ്കിലും ഒരു സ്വകാര്യ പരിപാടിക്ക് പിണറായി വിജയൻ ഈ ഹെലികോപ്റ്ററിൽ ഫ്ലൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടിയ ലോഗ് ബുക്കിലെ വിവരങ്ങൾ പ്രകാരം അത് ഏറ്റവും കൂടുതൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് കേരള പോലീസാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അവയവദാനത്തിലാണ്. മൂന്നാമത് ഉപയോഗിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. നാലാമത് ഉപയോഗിച്ചിരിക്കുന്നത് ഗവർണറാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ. അതിൽ നോക്കൂ, 10 തവണയാണ്, അതിൽ 6 തവണ ഹൃദയം വഹിച്ചുകൊണ്ടാണ് ആ ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. ഒരൊറ്റ യാത്രയ്ക്ക് 1.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ഹെലികോപ്റ്ററിലൂടെ സൗജന്യമായി അവയവദാനം കൊടുത്ത് നമ്മൾ 10 പേര് മനുഷ്യരിപ്പോൾ ചിരിച്ചിരിപ്പുണ്ട്. ആ ഹെലികോപ്റ്ററിൽ കയറിയാണ് അമ്മായി അച്ഛനെ കാണാൻ വേണ്ടി. അതും ഞാൻ അന്വേഷിച്ചു, ICUവിലാണോ? അല്ല, അദ്ദേഹം അതേ റൂമിൽ തന്നെയാണ്, ന്യൂമോണിയ ബാധിതനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു. ബന്ധങ്ങൾ നല്ലതാണ്, അമ്മായി അച്ഛനെ കാണാൻ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് ഹെലികോപ്റ്ററിൽ പോകണമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഹെലികോപ്റ്ററിൽ പോകുന്നതിന് കുഴപ്പമില്ല, മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സംവിധാനത്തിന് അവയവങ്ങൾ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പ്രവർത്തനത്തിന് ഇതേപോലെ നോക്കൂ, നമ്മൾ ഹെലികോപ്റ്റർ എപ്പോഴാണ് വാടകയ്ക്കെടുക്കാൻ തീരുമാനിക്കുന്നത്? നമ്മളുടെ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചപ്പോൾ നമ്മളോട് തിരിച്ച് ഫീസ് ചോദിച്ചു.
നമ്മളോട് തിരിച്ച് രക്ഷിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കണക്ക് ചോദിച്ചപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നാൽ നമുക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. ആ അവസ്ഥയിലാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ ഒരു ദിവസം പിണറായി വിജയന് ഹെലികോപ്റ്റർ കയറാനുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല. എന്നിട്ട് അതിനെ അന്ന് ധൂർത്താണെന്ന് പറഞ്ഞവർക്ക് ഇന്ന് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ്. സ്വന്തം അമ്മായിയച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ പാർട്ടിയിലെ നേതാക്കൾക്ക് വിമർശിക്കേണ്ട, ഘടകകക്ഷിയിലെ മുന്നണി നേതാക്കൾക്ക് വിമർശിക്കേണ്ട, അതിൻ്റെ കണക്ക് അത് ഇപ്പോൾ സർക്കാർ അധിക ചെലവൊന്നും ഇല്ലല്ലോ എന്ന് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ അദ്ദേഹം കത്രിക തിരയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ്. നോക്കിയപ്പോഴാണ് രാവിലെ 10 മണിക്ക് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കത്രികയാണ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇന്ന് രാവിലെ 10:30 റാന്നിയിൽ നമ്മുടെ MLA പഴകുളം മധു വന്ന് അവിടെയുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം അവിടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാക്കി പോയ അലമ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ നിന്ന് അബിൻ വർക്ക് പറയുകയാണ്, റവന്യൂ അധികാരികൾ ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് താല്പര്യം കാണിച്ചതെന്നറിയാമോ? ഒരു സ്വർണ്ണ വ്യാപാരിയുടെ കണ്ണീര് വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നിശ്ചയിച്ച ആ പരിപാടിയുടെ ക്യാപ്ഷൻ എന്താണെന്നറിയാമോ? കല്യാണത്തിന് വരണം എന്നാണ് ആ ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡ് ഉള്ള സ്വകാര്യ ജുവലറി ഉടമ നൽകിയിരിക്കുന്ന പരസ്യം. കല്യാണത്തിന് വരണമെന്ന പരസ്യത്തിൻ്റെ ബാനർ അദ്ദേഹത്തിൻ്റെ അടക്കം പടമുണ്ട്. അദ്ദേഹം അവിടെ പോയി കത്രിക നാടമുറിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഏതെങ്കിലും സിനിമാ നടന്മാരോ ഒക്കെ ചെയ്യേണ്ട ഈ പണിക്ക് മുഖ്യമന്ത്രി പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത് നല്ല തന്നെയാണ്, സ്വർണ്ണക്കടകൾ പെരുകുന്നത് നല്ലതാണ്. പക്ഷേ പ്രാണഭയം കൊണ്ട് മനുഷ്യൻ ജീവനെടുത്ത് അവൻ്റെ കന്നുകാലികളെയും കൊണ്ട് അവൻ്റെ വളർത്തുനായകളെയും കൊണ്ട് കുഞ്ഞിനെ തോളത്തിരുത്തി അവൻ്റെ വീട്ടിൽ പ്രളയസമാനമായ സാഹചര്യത്തിൽ നിന്ന് നീന്തി തുടിച്ചിട്ട് ക്യാമ്പിലേക്ക് പോയി ക്യാമ്പിൽ ഗുളികയോ സംവിധാനങ്ങളോ ഇല്ല എന്ന് പരാതി പറയുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇവിടെ ജുവലറി കട ഉദ്ഘാടനം ചെയ്യാൻ പോയത്. ഇത് വിവാദമായില്ലെങ്കിൽ പിന്നെ എന്ത് വിവാദമാകും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇതുവരെയും ഈ ആംഗിളിൽ ഈ വാർത്ത ഈ സമയം വരെയും കൊടുത്തിരുന്നില്ല. കാരണം നമ്മളതിനകത്തൊരു മിതത്വം പാലിച്ചു. ഈ വാർത്ത നമ്മളുടെ കയ്യിൽ നേരത്തെ കിട്ടിയതാണ്. പക്ഷേ ഈ ദുരിതത്തിനിടയിൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കരുതെന്ന് കരുതിയാണ് നമ്മളത് പിടിച്ചു വെച്ചത്. പക്ഷേ അതിന് ഈ ന്യായീകരണങ്ങൾ കേൾക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല എന്നേ പറയാനുള്ളൂ. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് വിവാദമായി തീരേണ്ടത്? അപ്പോൾ ചുരുക്കത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രി മിനിമം അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് പിണറായി വിജയനാകാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തനായ ഒരു VD സതീശനാകാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. Meet the editors.